സംസ്ഥാനത്തെ കടുത്ത വേനൽ ചൂടിനിടെ ആശ്വാസമായി മഴയെത്തും. കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് കനത്ത വേനൽ ചൂടിനിടെ ആശ്വാസമായി മഴയെത്തുകയാണ്. കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് വന്നിരിക്കുന്ന മുന്നറിയിപ്പ്. മിക്ക ജില്ലകളിലും പകൽ സമയം കനത്ത ചൂട് അനുഭവപ്പെടുന്നതിനിടയിലാണ് ഇപ്പോൾ ആശ്വാസമായി വേനൽ മഴ എത്തുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഗ്രീൻ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പകൽ സമയങ്ങളിൽ ഉഷ്ണതരംഗത്തിന് സമാനമായ ചൂട് നിലനിൽക്കുന്നതിനിടെ എത്തുന്ന വേനൽ മഴ ചൂടിന് അല്പം ശമനം നൽകുമെന്ന പ്രതീക്ഷയാണ്. മഴയ്ക്കൊപ്പം ശക്തമായ ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ മുൻകരുതലുകൾ എടുക്കണമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 10 മണി വരെയുള്ള സമയം ഇടിമിന്നലിന് സാധ്യത കൂടുതലാണ്. ഈ സമയത്ത് തുറസായ സ്ഥലങ്ങളിൽ നിൽക്കരുത്. മഴയുള്ളപ്പോൾ കുളിക്കാനോ മീൻ പിടിക്കാനോ ജലാശയങ്ങളിൽ ഇറങ്ങരുത്. അതേസമയം വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ശക്തമായ ചൂട് അനുഭവപ്പെടുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് ചൂട് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിക്കുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങളും പാലിക്കണം. പകൽ 11 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ സൂര്യപ്രകാശം ഏൽക്കുന്നതും ഒഴിവാക്കാം. ദാഹമില്ലെങ്കിലും കൂടി വെള്ളം ധാരാളം കുടിക്കുന്നത് തുടരണം. പരമാവധി ശുദ്ധജലം കുടിക്കാനും ശ്രദ്ധിക്കണം. കൂടാതെ ഇളനീർ, മോര് തുടങ്ങിയ പാനീയങ്ങളും ശീലമാക്കാം. വേനൽ സമയത്ത് കഴിവതും കാപ്പി, ചായ, മദ്യം തുടങ്ങിയവ ഉപയോഗിക്കരുത്. ഇവ കടുത്ത നിർജ്ജലീകരണത്തിന് കാരണമായേക്കും. കൂടാതെ ഭക്ഷണത്തിൽ ജലാശയമടങ്ങിയ പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തുന്നതും നല്ലതായിരിക്കും. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.